അക്കാമൈ ബസ് ടെർമിനലിലാണ്. അപ്പോൾ ഇവിടെ ബസ്സും പിന്നെ ഈ സെറ്റ് ടാക്സികളൊക്കെ ബാങ്കോക്കിൽ എത്തിക്കഴിഞ്ഞ് പട്ടായക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും മൂവ് ചെയ്യുന്ന മെയിനായിട്ടുള്ളൊരു സെൻറ്ററാണ് ഈ അക്കാമൈ ബസ് ടെർമിനൽ. ബാങ്കോക്കിൽ നിന്ന് പട്ടായയിലേക്ക് വളരെ കുറഞ്ഞ ചിലവിൽ പോകാൻ പറ്റുമോ? ഇന്ന് നമുക്കത് പ്രാക്ടിക്കലായിട്ട് കാണാം. ബഡ്ജറ്റ് യാത്രേൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് ബാങ്കോക്കിലെ കാവോസൺ റോഡിലാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 17 കിലോമീറ്റർ ഉണ്ട് എക്കാമൈ ബസ് ടെർമിനൽ. ഈ എക്കാമൈ ബസ് ടെർമിനലിൽ നിന്നാണ് നമ്മളെ ഒരു പട്ടായയിലേക്കുള്ള ബസ്സുകളെല്ലാം പുറപ്പെടുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ എക്കാമൈ ബസ് ടെർമിനലിലേക്ക് പോകുന്നത്. ഇപ്പോൾ പോകുന്ന വഴിയെല്ലാം നമുക്ക് അടിപൊളി കാഴ്ചകളായിരുന്നു. ബാങ്കോക്കിൻ്റെ ആ സിറ്റീൻ്റെ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് ഈ പോകുന്ന വഴിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ബാങ്കോക്കിൽ നിന്ന് പട്ടായയിലേക്ക് പോകാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും ചീപ്പായിട്ടുള്ള മാർഗ്ഗമാണ് ബൈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹുവാങ് ലാംപോങ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പട്ടായയിലെ. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ രാവിലെ 6:55 ഇത് ഡെയിലി ഉള്ള ട്രെയിനാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 10:30 പട്ടായയിലേക്ക് എത്താൻ. ഇത് അവിടുത്തെ ഒരു ലോക്കൽ ട്രെയിനാണ്, വളരെ സ്ലോ ആയിട്ട് പോകുന്ന ഒരു ട്രെയിനാണ്. ഏകദേശം ഒരു 4 മണിക്കൂറിൻ്റെ അടുത്ത് നമുക്ക് ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ടൈം എടുക്കും. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ചിലവ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ട്രെയിൻ ടിക്കറ്റ് എന്ന് പറയുന്നത് ഒരു 30 തായ് ബാത്താണ്. അപ്പോൾ ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് തായ്ലൻഡിൽ നിന്ന് അല്ലെങ്കിൽ ബാങ്കോക്കിൽ നിന്ന് പട്ടായയിലേക്ക് പോകാൻ ഏറ്റവും ചീപ്പായിട്ടുള്ള മാർഗ്ഗം ട്രെയിനാണ്. പക്ഷേ ഒരുപാട് സമയം എടുക്കും. പക്ഷേ നമുക്ക് ഈ തായ്ലൻഡിലെ ഒരു ഗ്രാമങ്ങളും ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള യാത്ര ട്രെയിൻ തന്നെയാണ്. ചീപ്പാണ്, നമുക്ക് റിലാക്സ് ചെയ്ത് പോകാം. പക്ഷേ രാവിലെ മോർണിംഗിൽ 6:55 നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ട്രെയിനിലേക്ക് കയറണം. പിന്നെ നമുക്ക് ബാങ്കോക്കിൽ നിന്ന് പട്ടയിലേക്ക് പോകാൻ പറ്റിയ മാർഗ്ഗങ്ങളാണ് ബൈ ബസ് പോവാം, ബൈ ടാക്സി പോവാം, ബൈ ഷെയർ ടാക്സി പോവാം. അപ്പോൾ ഈ ബസ്, ഷെയർ ടാക്സി, വാനുകൾ, മിനി വാനുകൾ ഇതെല്ലാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്കാമൈ ബസ് ടെർമിനലിലാണ്. തായ്ലൻഡിലെ ബാങ്കോക്കിലെ എക്കാമൈ ബസ് ടെർമിനലിലാണ്. അപ്പോൾ ഈ എക്കാമൈ ബസ് ടെർമിനലിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മൾ ഇവിടുന്ന് പോകാൻ പോകുന്നത് ഷെയർ ടാക്സിയിലാണ്. മിനി വാനുകളുണ്ട്, ഇവിടുന്ന് പുറപ്പെടുന്ന മിനി വാനുകളിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം 30 മിനിറ്റ് കൂടുമ്പോൾ ഇവിടുന്ന് നമുക്ക് മിനി വാന് ലഭ്യമാണ്. ഞങ്ങൾ അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് മിനി വാനിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ഏകദേശം ഇവരിത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടാണ്, ഫുള്ളായി കഴിഞ്ഞാലാണ് മിനി വാൻ സ്റ്റാർട്ട് ചെയ്യുക. നമ്മളെ മുന്നിൽ തന്നെ നമ്മളെ നയിക്കുകയാണ്. ഈ മിനി വാനിൻ്റെ ഒരു ടിക്കറ്റ് ചെക്കിങ് ചെയ്യുന്ന ഒരാൾ നമ്മളെ മിനി വാനിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ നല്ല അടിപൊളി ഒരു ബസ് ടെർമിനൽ തന്നെയായിരുന്നു ഇവിടെ ഒരുപാട് മിനി വാനുകളും ബസ്സുകളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ എക്കാമൈ ബസ് ടെർമിനലിൽ കയറുന്ന അവിടെ തന്നെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഞങ്ങൾക്ക് 2 ആളുടെ ടിക്കറ്റ് ആയിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ബാങ്കോക്കിൽ എത്തിയിട്ട് ഇന്ന് 3-ാമത്തെ ദിവസമാണ്. തായ്ലാൻഡിൽ എത്തിയിട്ട് 3-ാമത്തെ ദിവസമാണ്. അപ്പോൾ 3-ാമത്തെ ദിവസം നമ്മൾ മോർണിംഗിൽ തന്നെ 2 ദിവസം ബാങ്കോക്കിലായി. അപ്പോൾ മോർണിംഗിൽ തന്നെ നമ്മൾ പട്ടായക്ക് പോവാണ്. അപ്പം പട്ടായയിലേക്ക് പോകുന്നത് ഷെയർ ടാക്സിയിലാണ്, കാമൈ ബസ് ടെർമിനലിലാണ്. അപ്പോൾ ഇവിടെ ബസ്സും പിന്നെ ഈ സെറ്റ് ടാക്സികളൊക്കെ ബാങ്കോക്കിൽ എത്തിക്കഴിഞ്ഞ് പട്ടായക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും മൂവ് ചെയ്യുന്ന മെയിനായിട്ടുള്ളൊരു സെൻറ്ററാണ് ഈ അക്കാമൈ ബസ് ടെർമിനൽ. അപ്പോൾ അവിടേക്ക് എത്തിയിട്ട് അവിടുന്ന് നമ്മളൊരു ഷെയർ ടാക്സിയിലാണ് പോകുന്നത്. ബസ്സും ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കിട്ടും. അപ്പോൾ ഇവിടുന്ന് പട്ടായയിലേക്ക് 160 രൂപ ഭാഗത്താണ് 160 ഭാഗത്താണ് ഇവിടുന്ന് പട്ടായയിലേക്കുള്ള എക്സ്പെൻസ് വരുന്നത്. അപ്പോൾ അത് വളരെ ചീപ്പായിട്ടുള്ള ഒരു റേറ്റ് ആണ്. നമ്മൾ ടാക്സിയിൽ ഗ്രാബിലൊക്കെ നോക്കുകയാണെങ്കിൽ 1300, 1400, 1500 തായ് ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ഇത് 160 എന്ന് പറയുന്നത് വളരെ ബഡ്ജറ്റിൽ പോകുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. ഇനിയിപ്പോൾ ഇവിടേക്ക് ഒരു ടാക്സി വിളിച്ച് നമ്മൾ ഏകദേശം അടുത്താണെന്നുണ്ടെങ്കിൽ ഗ്രാബ് ടാക്സിയോ വേറെ എന്തെങ്കിലും മുഖേന ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ പട്ടായക്ക് നമുക്ക് വളരെ ചുരുങ്ങിയ ചിലവിൽ പട്ടായയിലേക്ക് എത്താം. നമുക്കിപ്പോൾ 2 പേർക്കും 320 തായ് ഭാഗത്താണ് ചിലവായത്. ഒരു 100 തായ് ഭാഗത്ത് ഇങ്ങോട്ടേക്ക് ടാക്സി വിളിക്കാനായി. മൊത്തം ഒരു 420 തായ് ഭാഗത്ത് കൊണ്ട് നമുക്ക് ബാങ്കോക്കിൽ നിന്ന് പട്ടായയിലേക്ക് എത്താം. ഇതാണ് ഏറ്റവും ചുരുങ്ങിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ബാങ്കോക്കിൽ നിന്ന് പട്ടായയിലേക്ക്. അക്കാമൈ ബസ് ടെർമിനൽ ബാങ്കോക്കിൽ നിന്ന് ഷെയർ ടാക്സി സ്റ്റാർട്ട് ചെയ്തു. നമ്മളെ കൂടെ കൂടുതൽ പേരൊന്നുമില്ല, ഒരു 4
മൊത്തം ഒരു 6 പേരെ വണ്ടിക്കകത്തുള്ളൂ. കുഴപ്പമില്ല. എന്നാലും അത്യാവശ്യം ഒരു ഇതിപ്പോൾ എത്ര പേര്, ഒരു 2, 4, 6, ഒരു 10, 12 ആളുകളൊക്കെ പോകുന്ന ഷെയർ ടാക്സിയാണ്. ഇത് ഫില്ലാവുന്നതിനനുസരിച്ചിട്ടാണ് ഇവിടുന്ന് സ്റ്റാർട്ടാവുന്നത്. ഏകദേശം അവസാനം അവർ എല്ലാവരെയും ഫില്ല് ചെയ്തു. പോണവരൊക്കെ വിളിച്ച് കയറ്റി. ഏതായാലും വണ്ടി ഫുള്ളാക്കിയിട്ടുണ്ട്. പട്ടായയിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്നതും കൂടാതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് വാന്, ഷെയർ ടാക്സി. അപ്പോൾ അതിലാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് നമ്മൾ അഡ്വാൻസ് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലൂക്ക് അതുപോലുള്ള വെബ്സൈറ്റുകളിൽ ലഭ്യമാണ്. അല്ലാതെ നമുക്ക് നേരിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കാം. ഇവിടെ തിരക്കുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ വന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഒരുവിധം തിരക്കുള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ നേരിട്ട് എത്തിയാൽ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് നേരെ നമുക്ക് കയറാം. നമ്മൾ ആൾ ഫില്ലാവുന്നതിനനുസരിച്ചിട്ടാണ് ഏകദേശം യാത്ര പുറപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആൾ ഫില്ലാവുന്നതിനനുസരിച്ചും പിന്നെ അരമണിക്കൂർ കൂടുമ്പോഴുണ്ട്. പെട്ടെന്ന് ഫില്ലാവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാൻ സർവീസ് സ്റ്റാർട്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം 2 മണിക്കൂറാണ് ഈ വാനിൽ നമുക്ക് യാത്ര ചെയ്യാനുള്ളത്. ബസ്സിലാണെങ്കിൽ കുറച്ചും കൂടെ സമയമെടുക്കും. കുറച്ച് ചെറിയൊരു റേറ്റ് മാറ്റമുണ്ട് ബസ്സിലാണെന്നുണ്ടെങ്കിൽ. റോഡൊക്കെ അടിപൊളിയാണ്. നമുക്ക് എക്സ്പ്രസ് വേ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ പട്ടായയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കാണെങ്കിൽ ഏറ്റവും ഫ്രണ്ടിലെ സീറ്റായിരുന്നു ലഭിച്ചിരുന്നത്. അതുകൊണ്ട് മുന്നിലെ കാഴ്ചയും സൈഡിലുള്ള കാഴ്ചയും എല്ലാം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ AC വാനായിരുന്നു. അപ്പോൾ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് ബാങ്കോക്കിൽ നിന്ന് പട്ടായയിലേക്ക് എത്താൻ. പട്ടായയിൽ നിന്ന് ബാങ്കോക്കിലേക്ക് പോകുന്ന വഴിയിലാണ് ടെർമിനൽ 21 എന്നുള്ളൊരു ഷോപ്പിംഗ് മാളുണ്ട്. പട്ടായയിലെ തന്നെ ഏറ്റവും യൂണീക്കായിട്ടുള്ള ഒരു ഷോപ്പിംഗ് മാളാണ് ഈ ടെർമിനൽ 21. അങ്ങനെ മിനി വാനിലെ ഡ്രൈവർ എടുത്ത് യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ ഈ ടെർമിനൽ 21 ഷോപ്പിംഗ് മാളിൻ്റെ മുൻപിൽ ഇറങ്ങി. നമ്മൾ ആദ്യം തന്നെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് ഇനി പട്ടായയിലെ അടുത്ത കാഴ്ചകളിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കാരണം ഇത് നമ്മൾ പോകുന്ന വഴി തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങി നമ്മൾ ടെർമിനൽ 21ലേക്ക് കയറാൻ പോവുകയാണ്. ഗേറ്റ് 3ൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഗേറ്റ് 3യിലൂടെ നമ്മൾ പട്ടായയിലെ ടെർമിനൽ 21 ഷോപ്പിംഗ് മാളിലേക്ക് കയറാൻ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പട്ടായയിലെ തന്നെ ഏറ്റവും യൂണിക്കായിട്ടുള്ള ഷോപ്പിംഗ് മാളാണ് ഈ ടെർമിനൽ 21. എയർപോർട്ട് പോലെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഷോപ്പിംഗ് മാൾ. ഓരോ ഫ്ലോറും ഓരോ രാജ്യത്തിൻ്റേതാണ്. ഫ്രണ്ടിൽ തന്നെ നമുക്ക് 2 ഫ്ലൈറ്റുകളൊക്കെ ഇവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് കയറുന്നത്, ഷോപ്പിംഗ് മാളിനകത്തേക്ക് കയറുന്നത്. ടെർമിനൽ 21 എന്നുള്ള പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ മാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയാണ്. ഇതൊരു എയർപോർട്ടിൻ്റെ തീമിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഷോപ്പിംഗ് മാളാണ്. നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കൊരു എയർപോർട്ടിൻ്റെ ഫീല് നമുക്ക് ലഭിക്കും. ബോർഡിംഗ് ഗേറ്റ് സ്റ്റൈൽ എൻട്രൻസ്, ഡിപ്പാർച്ചർ ബോർഡ് ഡിസ്പ്ലേ, ഫ്ലൈറ്റ് തീം ഡെക്കറേഷൻ, ഇതെല്ലാം നമുക്ക് ഇവിടെ കയറുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ഫ്ലോറും ഓരോ രാജ്യത്തെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് തന്നെ ഒരു ഫ്ലോർ പാരീസാണ്, ലണ്ടനാണ്, ടോക്കിയോ ആണ്, സാൻ ഫ്രാൻസിസ്കോ ആണ്, ഇറ്റലിയാണ്. ഇത്രയും രാജ്യങ്ങളുടെ ടെർമിനലുകളാണ് ഓരോ ഫ്ലോറിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ തന്നെ നമുക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ഈ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ രാജ്യങ്ങളുടെ ലാൻഡ്മാർക്ക്, പ്രധാനപ്പെട്ട ലാൻഡ്മാർക്കുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ചെറുതായിട്ടൊന്നുമല്ല, കിടിലനായിട്ട് തന്നെ അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് പാരീസിൻ്റെ ആ ഫ്ലോറിലാണ്. അപ്പോൾ പാരീസിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഈഫൽ ടവറാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈഫൽ ടവർ എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല, അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. കിടിലനായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ നിന്നിട്ട് നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ ആ പാരീസിൻ്റെ ഫ്ലോറിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. ഇവിടുത്തെ തീം എയർപോർട്ടിൻ്റെതാണ് എന്നുണ്ടെങ്കിലും പക്ഷേ ഒരു ഷോപ്പിംഗ് മാളിൽ ലഭിക്കുന്ന എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് കിട്ടും, ലോക്കൽ തായ് ഷോപ്പിംഗ് ചെയ്യാം, ഫാഷൻ ആൻഡ് ഇലക്ട്രോണിക്സ്, സൊവനീർസ് ഇവയെല്ലാം ഇവിടെ ലഭ്യമാണ്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയൊരു മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് നല്ല ലോക്കൽ തായ് ഫുഡ് ലഭിക്കും. അപ്പോൾ ഇത് ഈ ഒരു ഷോപ്പിംഗ് മാളിൻ്റെ അടിപൊളിയായിട്ടുള്ളൊരു പ്രത്യേകതയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ലോക്കൽ തായ് ഫുഡൊക്കെ ലഭിക്കുന്ന ഒരു ചെറിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ലോക്കൽ തായ് ഫുഡൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് ടെർമിനൽ 21.
ഇവിടുത്തെ ഫുഡ് കോർട്ടിൽ തന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഒരു കരിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, 50 തായ് ബാത്തായിരുന്നു അതിൻ്റെ റേറ്റ് നമുക്ക് വന്നിരുന്നത്. പക്ഷേ നല്ല അടിപൊളിയാണ്. നമ്മൾ ഇവിടുത്തെ കരിക്കിനേക്കാളും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വേറെ ടേസ്റ്റാണ്. ടേസ്റ്റും വേറെയാണ്, നല്ല മധുരവും ഉണ്ടായിരുന്നു. ഞങ്ങൾ തായ്ലൻഡിൽ എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ ഇതിനെക്കുറിച്ച് കേട്ടിരുന്നു. ഭയങ്കര സ്വീറ്റ് ആയിരിക്കും, വേറൊരു ടേസ്റ്റും തന്നെ ആയിരിക്കും ഇവിടുത്തെ കരിക്കിനെന്ന്. ഇവിടുത്തെ ബ്രാൻഡഡ് ഐറ്റംസിന് അത്യാവശ്യം നല്ല റേറ്റ് തന്നെയാണ്, എക്സ്പെൻസീവ് തന്നെയാണ്. പക്ഷേ ഫുഡ് കോർട്ടിലെ ഐറ്റംസിനൊക്കെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നോർമൽ റേറ്റ് തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടെർമിനൽ 21 വന്നാൽ മസ്റ്റായിട്ടും ഇവിടുത്തെ ഫുഡ് കോർട്ടിൽ നിന്ന് ഫുഡ് എന്തായാലും ട്രൈ ചെയ്തിരിക്കണം. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര ഫോട്ടോ സ്പോട്ടാണ്. ഭയങ്കര അട്രാക്ഷനൊക്കെ ആയിട്ട് നമുക്ക് എവിടെ വെച്ച് എങ്ങനെ ഫോട്ടോ എടുത്താലും ഭയങ്കര അടിപൊളിയാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോട്ടോ സ്പോട്ടുകളാണ് ഈഫൽ ടവറിൻ്റെ റെപ്ലിക്ക, അതുപോലെ തന്നെ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ തീം, ജപ്പാനീസിൻ്റെ സ്ട്രീറ്റ് സ്റ്റൈല്. ഇതെല്ലാം ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഒരു രക്ഷയുണ്ടാവില്ല, അടിപൊളിയാണ്. ഇൻസ്റ്റഗ്രാം റീൽസ് ചെയ്യുന്നവർക്കും യൂട്യൂബിലൊക്കെ ഷോർട്സ് അങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യുന്നവർക്ക് ഇവിടെ അടിപൊളി വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇവിടുത്തെ ആംബിയൻസ് ഒരു രക്ഷയില്ല, ഫുൾ AC കംഫർട്ടാണ്, ക്ലീൻ വാഷ്റൂംസ്, ഫ്രീ വൈഫൈ അവൈലബിൾ ആണ്, ഫാമിലി ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ്. ലൊക്കേഷൻ നമുക്ക് പറഞ്ഞാൽ ഏറ്റവും സിറ്റി സെൻറ്ററിൽ തന്നെയാണ്. പട്ടായ സിറ്റി സെൻറ്ററിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് ലൊക്കേഷനും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാവുന്ന ലൊക്കേഷനാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഇറ്റലിയിലെ പിസ ടവറിൻ്റെ അടുത്താണ്. അപ്പോൾ ഇറ്റലീൻ്റെ ഫ്ലോറിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇറ്റലീൻ്റെ ലാൻഡ്മാർക്കായ പിസ ടവർ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പട്ടായൻ്റെ സിറ്റി സെൻറ്ററിലായതുകൊണ്ട് തന്നെ ബോൾട്ട്, ടുക്ക്, ഗ്രാബ് ഇങ്ങനത്തെ ടാക്സികളൊക്കെ നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. ഒരുപാട് ഹോട്ടലിലേക്ക് വാക്കിംഗ് ഡിസ്റ്റൻസേ വിടുന്നുള്ളൂ. ബഡ്ജറ്റ് ട്രിപ്പ് ട്രൈ ചെയ്യുന്നവർ എന്തായാലും ഫുഡ് കോർട്ടിൽ നിന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം, ഇവിടുത്തെ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യണം. ബഡ്ജറ്റ് ട്രിപ്പ് ചെയ്യുന്നവർ ബ്രാൻഡ് ഐറ്റംസ് ഇവിടുന്ന് അവോയ്ഡ് ചെയ്യണം. ബ്രാൻഡഡ് ഐറ്റംസിന് നല്ല റേറ്റാണ്, അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുക. സുവനീറൊക്കെ വാങ്ങാൻ പറ്റുന്ന ഏറ്റവും അടിപൊളി ഒരു സ്പോട്ടാണിത്, ടെർമിനൽ 21. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഫുഡും ചെറുതായിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ എത്തി നിൽക്കുന്നത് തായ് വില്ലേജിലാണ്. ഒരു തായ് വില്ലേജിലെ ഐറ്റംസുകൾ എങ്ങനെയാവണമെന്ന് അടിപൊളിയായിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഇവിടെ നമ്മൾ കണ്ണ് തുറന്നാൽ കാണുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കണ്ണിന് ഭയങ്കര കുളിർമയേകുന്ന ഐറ്റംസുകളായിരുന്നു. ഈ കാണുന്നതെല്ലാം ഇവിടുത്തെ തായ് വില്ലേജുകളിൽ നിന്നുള്ള അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ളൊക്കെ ഓരോ സീഡ്സ് അങ്ങനത്തെ ഐറ്റംസുകളായിരുന്നു ഇവിടെ മുഴുവൻ ഉണ്ടായിരുന്നത്, ഈ തായ് വില്ലേജിലുണ്ടായിരുന്നത്. ഇവിടുത്തെ വില്ലേജ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാവുന്ന ഷോപ്പിംഗ് മാളിനകത്ത് ഒരു വില്ലേജ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. സുവനീർസ്, അടിപൊളി ഐറ്റംസ് നമുക്ക് എന്നും സൂക്ഷിച്ച് വെക്കാൻ പറ്റാവുന്ന നമ്മളെ ഒരു ഈ തായ്ലൻഡിൽ നിന്ന് വാങ്ങാൻ പറ്റാവുന്ന അടിപൊളി ഒരു തായ് വില്ലേജ് തന്നെ ഇവർ ഈ ടെർമിനൽ 21 ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ റേറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോർമൽ റേറ്റ് ആയിരുന്നു. നമുക്കൊരു ഷോപ്പിംഗ് മാളിനകത്ത് നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ആ ഒരു ഫീൽ തന്നെ ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ ഐറ്റംസിനെല്ലാം വളരെ നോർമൽ റേറ്റ് തന്നെയായിരുന്നു. പക്ഷേ നമ്മൾ കുറച്ച് സ്വീറ്റ്സ് മാത്രമേ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം നമുക്ക് ഇനിയും ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ടുപോകുക എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് കുറച്ച് സ്വീറ്റ്സ് മാത്രം നമ്മൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടാണ് ഈ തായ് വില്ലേജിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. ടെർമിനൽ 21 എന്നുള്ള ബ്രാൻഡ് ആദ്യമായിട്ട് ആരംഭിച്ചത് ബാങ്കോക്ക് സിറ്റിയിലാണ്. ബാങ്കോക്കിൽ സക്സസ് ആയതിന് ശേഷമാണ് സെയിം കൺസെപ്റ്റ് പട്ടായയിലേക്കും കൊണ്ടുവരാൻ ഇതിൻ്റെ ഡെവലപ്പേഴ്സ് തീരുമാനിച്ചത്. അങ്ങനെയാണ് പട്ടായയിൽ 2018 ഈ ടെർമിനൽ 21 ലോഞ്ച് ചെയ്യുന്നത്. പട്ടായയിൽ ടൂറിസം വർദ്ധിച്ച സമയത്ത് ടൂറിസ്റ്റുകളെയും ലോക്കൽസിനെയും ടാർഗറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ടെർമിനൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ടെർമിനൽ എന്നത് എയർപോർട്ടിനെയും 21 എന്നത് 21st സെഞ്ച്വറി മോഡേൺ കൺസെപ്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. 21ാം നൂറ്റാണ്ടിലെ മോഡേൺ എയർപോർട്ട് എക്സ്പീരിയൻസ് മോളാണ് ടെർമിനൽ 21. നമ്മളിപ്പോൾ ഉള്ളത് ലണ്ടൻ ടെർമിനലിലാണ്. അപ്പോൾ അവിടുത്തെ ലണ്ടൻ ബ്രിഡ്ജാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ്. അവിടെ നിന്നുള്ള കാഴ്ചയാണിത്. പക്ഷേ അടിപൊളിയായിരുന്നു. ഇവിടെ നിന്നുള്ള കാഴ്ച എന്നൊക്കെ പറയുന്ന ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ടെർമിനൽ 21 ഇത്രയും ഫേമസ് ആവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഒന്ന്, യൂണീക്ക് എയർപോർട്ട് തീമാണ്. ഇൻസ്റ്റഗ്രാമും യൂട്യൂബിലൊക്കെ ഭയങ്കര ഫോട്ടോ സ്പോട്ടുകൾ ഒരുപാട് ഇതിനകത്തുണ്ട്. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡ് കോർട്ട്. ഇത്രയും കാരണം കൊണ്ടാണ് ടെർമിനൽ 21 ഇത്രയും ഫേമസ് ആയിട്ടിരിക്കുന്നത്.
പട്ടായയിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ടൂറിസ്റ്റുകളും ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. പട്ടായ ഓൾറെഡി ബീച്ച് ടൂറിസത്തിന് ഫേമസ് ആണ്. ടെർമിനൽ 21 വന്നതിന് ശേഷം ഷോപ്പിംഗ് ടൂറിസം കൂടി ഇൻക്രീസ് ആയിട്ട് വന്നു. ഫാമിലി ഫ്രണ്ട്ലി അട്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൂറിസ്റ്റുകളാണ് ഡെയിലി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് കയറിയപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞങ്ങളെ കയ്യിൽ 2 ബാഗേജ് ഉണ്ടായിരുന്നു. നമ്മൾ ബാങ്കോക്കിൽ നിന്ന് വന്നപ്പോൾ 2 ബാഗുമായിട്ടാണ് വന്നത് നമ്മളെ കയ്യിലുണ്ടായിരുന്നത്. പക്ഷേ അത് ഞങ്ങൾക്ക് സൂക്ഷിക്കാൻ, ലഗേജ് സൂക്ഷിക്കുന്ന ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലൊരു സ്പേസ് ഉണ്ട്. അവിടെ ചെറിയൊരു 30 തായ് ഭാഗത്ത് കൊടുത്തിട്ട് നമ്മൾ അത് അവിടെ സൂക്ഷിച്ചിട്ടാണ് ബാക്കി കാഴ്ചകളിലേക്ക് നീങ്ങിയത്. അപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ലഗേജ് സൂക്ഷിക്കാൻ ഇവിടെ സ്പോട്ട് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു വന്നത്. ഇന്ന് പട്ടായയിലെ ടോപ്പ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻസിൽ ഒന്നാണ്. ഡെയിലി തൗസൻഡ്സ് ഓഫ് വിസിറ്റേഴ്സാണ് ഇവിടെ സന്ദർശിക്കുന്നത്. ഷോപ്പിംഗ് മാത്രമല്ല, ഒരു എക്സ്പീരിയൻസ് സെൻറ്ററും കൂടിയാണ് ഈ ടെർമിനൽ 21. ടെർമിനൽ 21 ഒരു ഷോപ്പിംഗ് മോൾ മാത്രമല്ല, ഒരു ഐഡിയയും കൂടിയാണ്. ട്രാവൽ എക്സ്പീരിയൻസ് ഷോപ്പിംഗ് ആയി മാറ്റിയ ഒരു കിഡിലൻ കൺസെപ്റ്റ്. അങ്ങനെ ടെർമിനൽ 21 കിഡിലൻ കാഴ്ചകളും അനുഭവങ്ങളും ഫുഡ് എക്സ്പീരിയൻസൊക്കെ ആയിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. ഇനി നേരെ പോകുന്നത് സാങ്ച്വറി ഓഫ് ട്രൂത്തിലേക്കാണ്. ഒരു ടാക്സി എടുത്തിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിലെ കാഴ്ചകളും എക്സ്പീരിയൻസും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ സാങ്ച്വറി ഓഫ് ട്രൂത്തുമായിട്ട് വരും. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക.